മെയിൽ പാർട്ട്ണറിന്റെ ഫെർട്ടിലിറ്റി പാരാമീറ്റേഴ്സ് ചെക്ക് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് സിമൻ അനാലിസിസ് ആണ്. സ്പേമിന്റെ കൗണ്ട് മാത്രമാണ് ഒരു മെയിൽ പാർട്ട്ണറിന്റെ ഫെർട്ടിലിറ്റി പൊട്ടൻഷ്യൽ ഡിസൈഡ് ചെയ്യുന്നത്. അതായത് സിമൻ അനാലിസിസിൽ ആ കൗണ്ട് എന്ന് പറയുന്ന പാരാമീറ്റർ ആണോ ഏറ്റവും ഇമ്പോർട്ടന്റ്, അത് ഓക്കെ ആണെങ്കിൽ ബാക്കി ഒരു കുഴപ്പമില്ല എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആക്ച്വലി അങ്ങനെ പറ്റൂല. സോ സ്പേമിന്റെ കൗണ്ട് ഒരു പാരാമീറ്റർ മാത്രമേ ഉള്ളൂ. അത് 1 ml ഓഫ് സീമനിൽ 16 മില്യണിനെക്കാളും കൂടുതൽ ഉണ്ടാവണം. അതാണ് അതിന്റെ നോർമൽ ലെവൽ. കൗണ്ട് കഴിഞ്ഞിട്ട് അടുത്ത പാരാമീറ്റർ ആണ് മൊട്ടിലിറ്റി അല്ലെങ്കിൽ ചലനശക്തി എന്ന് പറയുന്നത്. സോ സ്പേമിന്റെ ചലനശക്തി നമ്മൾ 3 ഗ്രേഡ്സിലാണ് കാറ്റഗറൈസ് ചെയ്യുന്നത്. ഗ്രേഡ് എ എന്ന് പറയുന്നത് നല്ല സ്പീഡിൽ മുന്നോട്ട് പോകുന്ന സ്പേംസിനെയും, ഗ്രേഡ് ബി എന്ന് പറയുന്നത് കുറച്ച് സ്പീഡ് കുറഞ്ഞിട്ട് മുന്നോട്ട് പോകുന്ന സ്പേംസിനെയും പറയും. ഗ്രേഡ് സി എന്ന് പറയുന്നത് മുന്നോട്ടേ പോകാൻ പറ്റുന്നില്ല, സ്പേം ഒരേ സ്ഥലത്തിരുന്ന് കുറച്ച് അനങ്ങിക്കൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷനാണ് ഗ്രേഡ് സി മൊട്ടിലിറ്റി എന്ന് പറയുന്നത്. സോ ഈ ചലനശക്തിയിൽ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളത് ഗ്രേഡ് എയും ഗ്രേഡ് ബിയും ആണ്. അതൊരു 30%നെക്കാളും കൂടുതൽ ഉണ്ടെങ്കിൽ ഓക്കെ ആണെന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. അടുത്ത പാരാമീറ്റർ എന്ന് പറയുന്നത് മോർഫോളജി അല്ലെങ്കിൽ സ്പേമിന്റെ ഷേപ്പ്. സ്പേം സെല്ലിന് 3 ഭാഗങ്ങളുണ്ട്: ഹെഡ്, നെക്കും ടെയിലും. സോ ഇതിനൊക്കെ ഒരു ഇത്ര ലെങ്ത് ആയിരിക്കണം, ഇത്ര തിക്നെസ് ആയിരിക്കണം, ഈ ഷേപ്പ് ആയിരിക്കണം എന്നൊക്കെ ഉണ്ട്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കുള്ള സ്പേംസിൽ ഒരു 4% നോർമൽ മോർഫോളജി ആണെങ്കിൽ അത് നോർമൽ എന്ന് നമ്മൾ കരുതും. പക്ഷെ മിക്ക ലാബ്സിലും ഇത്ര ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യാറില്ല. നിങ്ങളുടെ റിപ്പോർട്ട് നിങ്ങളെടുത്ത് നോക്കിയാൽ 80% നോർമൽ, 60% നോർമൽ എന്നൊക്കെ കാണാം. പക്ഷെ അത് കറക്റ്റ് മെത്തേഡായിട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്ര അധികം നോർമൽ എന്ന് അവർക്ക് പറയാൻ പറ്റുന്നത്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ടെക്നിക്കിൽ ചെയ്താൽ ഒരു 4 to 5% മിക്കവാറും നോർമൽ വരാറുള്ളൂ. സോ ഇത്രയും പാരാമീറ്റേഴ്സ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഒരു മെയിൽ പാർട്ട്ണറിന്റെ പൊട്ടൻഷ്യൽ ഗുഡ് ആണോ ബാഡ് ആണോ എന്ന് പറയാൻ പറ്റുള്ളൂ.